ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അറേബ്യൻ ഡിഷായ ചിക്കൻ മന്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ മന്തി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഒന്ന് കുതിർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബസുമതിയുടെ വൈറ്റ് സെല്ല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കത്തിയോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിലോട്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തിട്ട് കൊടുത്താൽ മതിയാവും. എല്ലാ ചിക്കനും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ശേഷം മന്തി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഒന്നിന് മേലെ ഒന്ന് തട്ടാത്ത വിധത്തിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് മന്തി മസാലയാണ് ചേർക്കേണ്ടത്. ഹോം മെയ്ഡ് മന്തി മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് ഹെൽത്തി അല്ലാത്തത് കാരണം ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിതിൽ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് കൈവച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാഗി ക്യൂബിന് പകരമായിട്ട് നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും കൂടി ആവുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടാവും. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നന്നായിരിക്കും. ഈ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് കുതിർത്തി വെച്ചിട്ട് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഈ റൈസ് നമ്മൾ ഗീ റൈസ് പോലെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, കൂടുതൽ വെള്ളം വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം കൂടുതലായിട്ട് തന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 കഷ്ണം ചെറിയ 3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു ഡ്രൈ ലെമൺ, അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു മാഗി ക്യൂബ് ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസാണ്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ റൈസിലോട്ട് വേറെ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം
ഇതിലോട്ടൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ടൊമാറ്റോയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. അതാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മന്തി എന്ന് പറഞ്ഞത്. ഇത് കൂടി ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും മന്തിക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. റൈസ് മുഴുവനും ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 90% വരെ കുക്കായി കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് ചിക്കന് മുകളിലിട്ടിട്ട് ദം ചെയ്യുമ്പോൾ വെന്തോളും. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോഴേക്കും 1 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇത് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. അടുപ്പിലോട്ട് മാറ്റുമ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇതിൽ അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യാം. നമ്മളാകെ ഓയിൽ ചേർക്കുന്നത് ഈ ചിക്കനിൽ മാത്രമാണ്. റൈസിൽ നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു ഭാഗം ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മറ്റേ വശവും ഇതുപോലെ ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതുപോലെ 1-2 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മളിത് കുക്ക് ചെയ്യാതെ എടുത്ത ചിക്കനാണ്. അപ്പം നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും റൈസ് ഇവിടെ നന്നായിട്ടൊരു 90% കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. കണ്ടോ, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ റൈസ് മുഴുവനും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അധികമായിട്ട് വെന്ത് പോയിട്ടൊന്നുമില്ല. അതേസമയം തന്നെ നമ്മുടെ ചിക്കനും ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു സ്മോക്കി ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഒരു ചിരട്ട കത്തിച്ചിട്ട് കനലാക്കിയെടുക്കാം. ഇതിന് പകരമായിട്ട് ചാർക്കോൾ വേണമെങ്കിൽ അതും കത്തിച്ചെടുക്കാം. ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ച റൈസ് ചിക്കന് മുകളിലായിട്ട് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2-3 പച്ചമുളക് സൈഡിലായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ആ ഡ്രൈ ലെമൺ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാം. മന്തിക്ക് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ കത്തിച്ച് കനലാക്കി വെച്ച ചിരട്ടയുണ്ടല്ലോ, അതൊരു സ്റ്റീൽ പ്ലേറ്റിലാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും. ഈ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. പുകയൊന്നും പുറത്ത് കടക്കാത്ത വിധത്തിൽ 15 മിനിറ്റ് നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം. അപ്പോഴേക്കും ഇതിനൊരു സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ ചട്നി തയ്യാറാക്കിയെടുക്കാം. സലാറ്റ ഹറ എന്നാണ് ഈ ടൊമാറ്റോ ചട്നിയുടെ പേര്. ഇതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയാണിത്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേസമയം നമ്മുടെ റൈസിൻ്റെ പുകയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നും നമ്മൾ കത്തിച്ച് വെച്ച ഈ ചിരട്ട നമുക്ക് മാറ്റാം.
ശേഷം മുകളിലുള്ള റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. കാരണം അടിയിലാണ് നമ്മുടെ ചിക്കനൊക്കെ കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മുകളിൽ നിന്നും റൈസ് ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇനി ചിക്കന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുത്തു വെക്കാം. അതിനുശേഷം മുഴുവൻ റൈസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ മസാലകളും ഓയിലൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന അത്രയും ടൈം മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.